ആദ്യം പറഞ്ഞിട്ട് ആരൊക്കെ പറയാൻ പറ്റും, അതേപോലെ വാജ്പേയിയാണ്. വാജ്പേയി ഞാൻ വേദിയിൽ അവതരിപ്പിക്കുന്ന വാജ്പേയിനെ അറിയോ? ഇപ്പോഴത്തെ ജൻ കേക്ക് എന്ന് അറിഞ്ഞൂടാ വാജ്പേയി ആരാന്ന്. പഴയ നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്നു. ഇപ്പം ആരാ പ്രധാനമന്ത്രി? നരസിംഹറാവോ? നരേന്ദ്രമോദി. കറക്റ്റാ, മോള് പറഞ്ഞ കറക്റ്റാ, കൈയ്യടി കൊടുക്കുക. അപ്പോൾ അതിന് കുറേ നാൾ മുമ്പുണ്ടായിരുന്ന ഒരു പ്രധാനമന്ത്രിയായിരുന്നു അടൽ ബിഹാരി വാജ്പേയി. ഇപ്പോൾ വാജ്പേയി സംസാരിക്കുക എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം വേദിയിൽ വന്ന് എല്ലാവരെയും നോക്കിയതിന് ശേഷം നേരെ വരുമ്പോഴാണ് നമ്മൾ പ്രിയമുള്ളവരെ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ തുടങ്ങുന്നത്, അല്ലേ? അതാണ് ടൈമിങ്. പക്ഷെ വാജ്പേയി എപ്പോഴാണ് ഡയലോഗ് തുടങ്ങുന്നത് വാജ്പേയിക്കോ കൂടെ നിൽക്കുന്ന ബ്ലാക്ക് കാറ്റ്സിന് പോലും അറിയാൻ സാധിക്കില്ല. കാരണം ടൈമിംഗ് ഇല്ലാതെയാണ് പുള്ളിയുടെ സംസാരം. അപ്പോൾ അതുകൊണ്ട് വാജ്പേയിയുടെ സംസാരം മാത്രം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. വാജ്പേയി എങ്ങനെയാണ് പ്രസംഗിക്കുന്നത്? पाकिस्तान प्रधानमंत्री नवाज शरीफ ने हमको तो एक पारा में चुहे लाहौर यात्रा के बाद उन्होंने कारगिल में नौजी करी है। ईश्वर ने उनको एक पारा में चुहे मैं मध्याल का कुछ में वापस आ गया इसमें उन्होंने कारागर में कोदम पुट्टा खाना गावा जयललिता सिलसिला है सिलसिला മനസ്സിലായ? ഇത് ഹിന്ദിയല്ല, ചെന്തിന്തിയാണ്. ചെന്തമിഴ് എന്നൊക്കെ പറഞ്ഞതുപോലെ. മനസ്സിലായല്ലേ? ഓക്കെ, മതിയാ? എന്താ കുലുക്കിയെടുത്തേക്കാണ് ഓരോന്നോരോന്ന് പറയുന്നവരെയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ വേദികളിൽ എടുക്കുന്ന ഒരു ക്യാരക്ടറാണ് ആമിനത്താത്ത, അല്ലേ? ആമിനത്താത്ത വേണം. എല്ലാവരും കൂടി വാ എന്ന് പറഞ്ഞാൽ ആമിനത്താത്ത വരുള്ളൂ. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഇങ്ങനെ വാ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവരും ഉറക്കെ പറ, വാ എന്ന് പറ. റബ്ബില്ലാലമീനായ തമ്പുരാനെ നിങ്ങൾ വിളിച്ചാൽ നമ്മൾ വരാതിരിക്കില്ല മക്കളെ. മൊബൈലിൽ എടുക്കണതൊക്കെ കൊള്ളാം, യൂട്യൂബിൽ ഇടരുത് മക്കളെ. യൂട്യൂബിൽ ഇട്ടാലും അടിക്കും, കാരണം ഇതൊക്കെ യൂട്യൂബിൽ വന്നതാ, അതുകൊണ്ട് കാര്യമില്ല. മക്കളെ, ഇവിടെ 2018 വെള്ളപ്പൊക്കം ഉണ്ടായി ഇല്ലേ? ഇവിടെയൊക്കെ വെള്ളം കയറിയായിരുന്നോ? ഇവിടെ ആരുടെ വീട്ടിൽ വെള്ളം കയറിയില്ല? ഇല്ല. ആരുടെയെങ്കിലും വീട്ടിൽ വെള്ളം കയറിങ്ങി കൈവയ്ക്കേ? അവിടെയൊക്കെ വെള്ളം കയറി. നമ്മുടെ വീട് ആലുവയിലാണ്. ആലുവയിൽ ടൗണിൽ കൂടെ ബോട്ട് ഓടിച്ചുകൊണ്ട് കിടക്കുകയായിരുന്നു. ആ മാതിരി വെള്ളമായിരുന്നു. അപ്പോൾ 2018 വെള്ളം കയറിയ ഒരു കാര്യമാണ് നിങ്ങളുടെ അടുത്ത് പറയാൻ പോണേ. സിസ്റ്റർക്ക് ഇരിക്കുന്നതുകൊണ്ട് പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, എന്നാലും നമ്മൾ പറയാം. 2018 വെള്ളപ്പൊക്കം ഉണ്ടായി. നമ്മുടെ വീട്ടിൽ വെള്ളം കയറി. ഏകദേശം അരയ്ക്കൊപ്പം വെള്ളമായപ്പോൾ ഞാൻ ബീരാനിക്കയുടെ അടുത്ത് പറഞ്ഞു, ബീരാനിക്ക വാ നമുക്ക് പോകാൻ രക്ഷപ്പെടാമെന്ന് പറഞ്ഞു. അപ്പോൾ ബീരാനിക്ക പറഞ്ഞു, നീ പൊക്കോ, ഞാൻ വന്നില്ലായിരുന്നു. ഞാനപ്പം തന്നെ ചെമ്പോർഗിനി കയറി രക്ഷപ്പെട്ടു. എൻ്റെ ചെമ്പോർഗിനിയാണ്. കാശുള്ള സാറൊക്കെ ലംബോർഗിനി പോകും, കാശില്ലാത്ത ഞാൻ ചെമ്പിൽ കയറി നിന്നിട്ട് തൊഴിഞ്ഞു പോയി. അതാണ് ചെമ്പോർഗിനി. ഇത് കഴിഞ്ഞ് പിന്നെയും വെള്ളം പൊങ്ങി വന്നു കഴിയുമ്പോൾ ബീരാനിക്ക പെരയുടെ മുകളിൽ കയറി ഇരിക്കാൻ തുടങ്ങി. അപ്പോൾ മത്സ്യബന്ധന തൊഴിലാളികൾ വള്ളമായിട്ട് വന്ന് ബീരാനിക്ക അടുത്ത് കയറിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ ബീരാനിക്ക് പറഞ്ഞു, നിങ്ങൾ പൊക്കോ, ഞാൻ വന്നില്ല എന്ന് പറഞ്ഞു. ഈ പഹയൻ്റെ ഉദ്ദേശം മറ്റതായിരുന്നു. ഹെലികോപ്റ്റർ എന്തെങ്കിലും ഒരിക്കൽ ഹെലികോപ്റ്റർ വരും, അതിനകത്ത് കയറണമെന്ന് ഈ പുള്ളി പണ്ടേ പറയും. ഹെലികോപ്റ്റർ പോകുമ്പോൾ ഇതിനകത്തൊന്ന് കയറിയിട്ട് മയ്യത്തായ മതിരി പതിച്ചെന്ന് പറയും. അങ്ങനെ ഞാൻ അതിനെ മെമ്പറുടെ അടുത്ത് നിന്ന് നെഞ്ചത്തടിച്ച് നോലോളിച്ചു. മെമ്പർ അപ്പം തന്നെ MLAക്ക് വിളിച്ചു, MLA അപ്പം തന്നെ മന്ത്രിക്ക് വിളിച്ചു, മന്ത്രി അപ്പം തന്നെ നേവിക്ക് വിളിച്ചു, നേവി അപ്പം തന്നെ സേവിക്ക് വിളിച്ചു. സേവ് ചെയ്ത് ഓടിക്കുന്ന ആൾ ഹെലികോപ്റ്റർ. പുള്ളി ചാവി എടുത്തുകൊണ്ട് ഹെലികോപ്റ്റർ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ നമ്മുടെ വീടിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ പടപടാന്ന് ഹെലികോപ്റ്റർ വരുന്നത് ഞങ്ങൾ സ്കൂളിൻ്റെ മുകളിൽ നിന്ന് കാണാൻ. ഹെലികോപ്റ്റർ വന്ന് നമ്മുടെ വീടിൻ്റെ മുകളിൽ വന്നു. പക്ഷേ ഹെലികോപ്റ്റർ താത്താൻ പറ്റണില്ല. എന്താണെന്നറിയാമോ? തെങ്ങൊക്കെ കുന്തം പോലെ മുകളിലേക്ക് കയലേ, ഹെലികോപ്റ്റർ താത്താൻ പറ്റണില്ല. അവസാനം എന്ത് ചെയ്തു? കയറിൻ്റെ കോണി താത്തി കൊടുത്തു. വീരാനിക്ക് അടുത്ത് തൂങ്ങി കിടന്നോളാൻ പറഞ്ഞു. അങ്ങനെ വീരാനിക്ക് ആ കയറുമ്പോൾ തൂങ്ങി കിടന്നു. വീരാനിക്കനെ ഇങ്ങനെ പൊക്കിയെടുത്ത് രക്ഷപ്പെടുത്തി. എൻ്റെ പൊന്നു മക്കളെ, അതിലും ഭേദം വീരാനിക്ക് അവിടെ കിടന്ന് മയ്യത്താവണമെന്നായിരുന്നു നല്ലത്. കാരണം എന്താണെന്നറിയാമോ? വീരാനിക്കനെ ഇങ്ങനെ പൊക്കിയെടുത്ത സമയത്ത് ഈ ഹെലികോപ്റ്ററിൻ്റെ പങ്കുണ്ടല്ലോ മക്കളെ, ഒടുക്കത്തെ കാറ്റല്ലേ, ഈ കാറ്റത്ത് വീരാനിക്കയുടെ ഉടുമുണ്ട് പറഞ്ഞ് അടുത്ത പഞ്ചായത്തിൽ പോയി. വീരാനിക്ക പണ്ടേ സ്വതന്ത്രനായിരുന്നു മക്കളെ. അങ്ങനെ ഈ പ്രതിഷ്ഠേനെ 15 പഞ്ചായത്ത് കാണിച്ച്
അവസാനം കടപ്പുറത്ത് നിന്ന് ഇറക്കിയിട്ടിട്ട് അവർ പോയി കളഞ്ഞു. വൈകുന്നേരം ആയപ്പോൾ ടി വിയിൽ വാർത്ത വന്നേക്കണം, വെള്ളപ്പൊക്കത്തിൽപ്പെട്ട മദാമ്മമാർ. 2 മദാമയുടെ പുറകിൽ നിൽക്കണേ മുതൽ. എൻ്റെ മാനം കപ്പൽ കയറാതിരിക്കാൻ വേണ്ടി പുള്ളി ഒരു തൊപ്പി സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണം നമ്മൾ രക്ഷപ്പെട്ടു. പിന്നെ ക്യാമ്പിൽ പോയിട്ടുണ്ടോ? എന്ത് രസമാണെന്നറിയാമോ? നീ പോയിട്ടുണ്ട്, നീ എല്ലായിടത്തും പോയിട്ടുണ്ട്. എന്ത് രസമാണെന്നറിയാമോ? നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ കീരിയും പാമ്പുമായിട്ട് കിടക്കണ അമ്മായിമ്മയും മരുമോളൊക്കെ പട്ടി വളഞ്ഞോടി കിടക്കണ അരി കിടക്കണേ. എന്തൊരു സന്തോഷമാണ്. ബൈക്കില്ല, വൈരാഗ്യമില്ല, ഒന്നുമില്ല. കിട്ടണത് കൊണ്ട് ആഘോഷമായിട്ട് കിടക്കാം. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ തുണിക്കെട്ട് വരും. തുണിക്കെട്ട് വരുമ്പോൾ പെണ്ണുങ്ങളുടെ ഇടി അങ്ങോട്ട് കൊടുക്കും. പെണ്ണുങ്ങൾ ഇടിച്ചിടിച്ച് മുമ്പിൽ ചില പെണ്ണുങ്ങൾക്ക് സാരി കിട്ടി, ചിലർക്ക് ചുരിദാർ കിട്ടി, ചിലർക്ക് ബ്ലൗസ് കിട്ടി, ചിലർക്ക് നൈറ്റി കിട്ടി. ഞാൻ ചെന്നപ്പോൾ എനിക്കും കിട്ടി 2 എണ്ണം. എന്താണെന്നറിയാമോ? ലെഗിൻസ്. എന്തേ കെക്കെന്ന് പറഞ്ഞിരിക്കണേ ലെഗിൻസ് ഞാനിട്ട കയറൂല്ലേ. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു നമ്മുടെ എല്ലാ ആകാശ കോടാലിയും തീർന്നു, നമ്മൾ രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചു. അപ്പോൾ അതേ വന്നു പടച്ചോൻ്റെ അടുത്ത ആകാശ കോടാലി കൊറോണ, അല്ലേ? കൊറോണ വന്നു കഴിഞ്ഞാൽ മാസ്ക് വയ്ക്കാണ്ട് പുറത്തിറങ്ങിയ പോലീസ് പിടിക്കും, ശരിയല്ലേ? എത്ര ഫൈൻ? എത്ര? ഒരു പ്രാവശ്യം മാസ്ക് വയ്ക്കാണ്ട് പുറത്തിറങ്ങിയ എത്ര ഫൈൻ? 500. ഇവിടെ കിട്ടിയിട്ടുണ്ടെന്നാണ് 500. പക്ഷേ ബീരാനിക്കൊക്കെ ഒറ്റ പ്രാവശ്യം മാസ്ക് വയ്ക്കാണ്ട് പുറത്തിറങ്ങിയാൽ 1500 രൂപയാണ് പോലീസുകാർ ഫൈൻ കൊടുത്തത്. അതെന്താ അങ്ങനത്തെ ഒരു കണക്ക്? ശരിയാവില്ലല്ലോ. ഞാൻ പോലീസുകാരൻ്റെ അടുത്ത് ചോദിച്ചു അതെന്താ കണക്കെന്ന് ചോദിച്ചു. അപ്പോൾ പോലീസുകാരൻ പറയാം, ഈ ചങ്ങാതി മാസ്ക് വയ്ക്കാണ്ട് കവലയ്ക്ക് വന്നിട്ട് ഇങ്ങനെ ഞെളിഞ്ഞിരിക്കണ സമയത്ത് പോലീസ് വണ്ടി കൊടുത്ത് ചവിട്ടി എടുത്തി മാസ്ക് കവറാന്ന് ചോദിച്ചു. അപ്പോഴാണ് പുള്ളി ആലോചിച്ചു, അല്ല മാസ്ക് വെച്ചിട്ടില്ലല്ലോ എന്ന്. പുള്ളി അപ്പത്തിന് ഉടുമുണ്ട് പൊക്കി മാസ്ക് പോലെ ഇങ്ങനെ പിടിച്ചു. അപ്പോൾ മാസ്ക് വയ്ക്കാത്തതിന് 500, പോലീസിനെ മുണ്ട് നോക്കി കാണിച്ചതിന് ബാക്കി 500. അപ്പോൾ ഞാൻ പറഞ്ഞു ശരിയായില്ലല്ലോ, ഇപ്പോഴും 1000 ഇല്ലേ ആയുള്ളൂ, 1500 ആയില്ലല്ലോ. അപ്പോൾ പുള്ളി പറയാ കഷ്ടകാലത്തിന്, പുള്ളിയുടെ കഷ്ടകാലത്തിന് പുള്ളി അന്നിട്ടായിരുന്നു കറുത്ത അണ്ടർവെയറായിരുന്നു. പോലീസിനെ കരിങ്കൊടി കാണിച്ചെന്ന് പറഞ്ഞിട്ട് ബാക്കി 500. ഇപ്പോൾ കറക്റ്റായില്ലേ? കറക്റ്റായില്ലേ മക്കളെ? കറക്റ്റായില്ലേ? ആയെങ്കിൽ കയ്യടിയതാ. അവൻ്റെ പൊക്കോട്ടെ. എല്ലാവരും ടാറ്റ എന്നാൽ എൻ്റെ പൊക്കോളാം. സന്തോഷമായി മക്കളെ.